ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേൽ സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമർ അമേരിക്കയിലെത്തി. വൈറ്റ് ഹൌസിൽ US നേതാക്കളുമായി ചർച്ച നടത്തും. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി കരാർ വേണമെന്ന നിർദ്ദേശം US ഡെർമർക്ക് മുന്നാകെ ഉന്നയിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചർച്ച. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഇനിയിപ്പം ട്രംപിന് ഇടപെടാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിലായിരുന്നു. അവിടെ കൂടി സമാധാനം കൊണ്ടുവന്നാൽ ഏതാണ്ട് നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനൊക്കെ സ്വന്തമായി തന്നെ അദ്ദേഹത്തിനൊരു നോമിനേഷനൊക്കെ പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ തമാശയായി പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, പിന്നാലെ അതിലൊരു തീരുമാനം ഉണ്ടാവുന്നു ആ തരത്തിൽ എന്നത് നമ്മൾ കണ്ടുവരികയാണ്. ഏത് തരത്തിലുള്ള ചർച്ചകളാണിപ്പോൾ US കേന്ദ്രീകരിച്ച് നടക്കുന്നത്? ശ്രീജ, ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഈ ഒരു സംഘർഷം, ഇസ്രായേലും ഹമാസും തമ്മിൽ ആരംഭിച്ച സംഘർഷം, അതിങ്ങനെ 20 മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല തവണ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ആ കരാറെല്ലാം ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ വർഷം ആദ്യമാണ് ഒരു 8 ആഴ്ച നീണ്ട വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ അത് ലംഘിക്കുകയും മാർച്ച് 18 ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. ആ ആക്രമണം ഇന്നും തുടരുകയാണ്. ഈ മാർച്ച് മുതൽ ഇപ്പോൾ ജൂലൈ വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറയുന്നത് മേക്ക് ദ ഡീൽ ഇൻ ഗാസ ആൻഡ് ഗെറ്റ് ദ ഹോസ്റ്റേജസ് ബാക്ക് എന്നാണ്. അതായത് ഒരു ഡീൽ ഉണ്ടാക്കൂ, അതിനുശേഷം ബന്ദികളെ വിട്ടു നൽകൂ എന്നുള്ളതാണ് ട്രംപ് ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുത്തണം, അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവരണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ചില ഉപാധികളുണ്ട്. അതായത് ഇസ്രായേൽ പാലസ്തീനിൽ നിന്ന്, ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ തിരിച്ചു കൊടുക്കണം. അതുപോലെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ആർമി പിന്നോട്ട് പോകണം. ഇതാണ് ഹമാസിൻ്റെ ആവശ്യം. അതേസമയം ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ആദ്യം ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലികളെ തിരിച്ചുവിടണം, അതിനുശേഷം വെടിനിർത്തുന്നതിനെ പറ്റി ആലോചിക്കാമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും യുദ്ധം നീണ്ടു പോകുന്നത്. ഈ ഒരു രണ്ടുപേരുടെയും കടുംപിടുത്തത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടിടപെട്ട് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് റോൺ ഡെർമറിനെ വിളിച്ചിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ മുഖ്യ ഉപദേശകൻ കൂടിയാണ് റോൺ ഡെർമർ. അപ്പോൾ ഡെർമറിനുമായിട്ടുള്ള ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് ഈ ആഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും. അതേസമയം തന്നെ ഈ നോർത്തേൺ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി വരികയാണ്. അതിൽ ഇന്നലെ മാത്രം 72ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ പറയുന്നത് ഈ നോർത്തേൺ ഗാസയിലുള്ള ആൾക്കാർക്ക് വിമാനത്തിൽ ഇവർ ലീഫ്ലെറ്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്, എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറുകൾ താഴെ എത്തി അവർ ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് വടക്കൻ ഗാസയിൽ നിന്ന് നിങ്ങൾ എത്രയും വേഗം തെക്കൻ ഗാസയിലേക്ക് പോകണമെന്നാണ്. ആ ലീഫ്ലെറ്റ്സ് വായിക്കുന്ന സമയം തന്നെ അവരെ നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് ഗാസയിലുള്ള അസംഖ്യമായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് കഴിയാവുന്നത്ര പേരെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാടെന്നാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്ന നിർദ്ദേശം ഡെർമർക്ക് മുന്നാകെ ഉന്നയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തുമ്പോൾ ആകാംക്ഷയുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ടാവുമെങ്കിൽ അതെങ്ങനെ എന്നതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം.